ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെയാകും. ആ ഒരു സമയത്ത് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ല എങ്കിൽ ലൈഫ് വളരെ വലിയ തോതിൽ മിസറബിളാണ്. നേരെ മറിച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എങ്ങനെയാണ് ഒരു നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യുക എന്നതും ഇത് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് സിയാദ് ഇല്ലിക്കൽ. മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയത്. ഹോസ്പിറ്റലിൽ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു കൗണ്ടറിൻ്റെ ഭാഗത്ത് ഏജ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എനിക്കും കൂടുതൽ ബോധ്യമായത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഒരു ശരാശരി ഒരാളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 65 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. കാരണങ്ങളുണ്ട്. കാരണം കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് നമ്മളുടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ റവല്യൂഷനായിട്ടുള്ള ചേഞ്ചസ് വന്നു. അതായത് ഏത് അസുഖത്തിന് വേണ്ടിയിട്ടും നമുക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഇപ്പോൾ നമുക്ക് നാട്ടിലുണ്ട്. വിദേശത്തെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്ത സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അത്യാധുനിക മെഷീനറി സംവിധാനമുള്ള ഹോസ്പിറ്റൽസ് നമ്മളുടെ നാട്ടിലുണ്ട്. എല്ലാ ആളുകളും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കുറച്ചധികം നല്ല ഫുഡ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ആളുകളുടെയും എല്ലാം തന്നെ ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്. അതായത് 50 വയസ്സിൽ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ഒരാൾ നെക്സ്റ്റ് ഒരു 25 ഇയറിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് പ്ലാൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കൂടാതെ തന്നെ ഇപ്പോഴുള്ള ഒരു നമ്മളുടെ ഒരു സോഷ്യൽ ചുറ്റുപാടെന്ന് പറയുന്നത് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ പുറമേക്ക് പഠിക്കാൻ താല്പര്യപ്പെട്ട് പോവുകയാണ്. അവിടെ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. തിരിച്ചു വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറവാണ്, അല്ലേ? അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏജൊക്കെ ആകുമ്പോൾ നമ്മളെ നോക്കാൻ മക്കളുണ്ടാകും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിൽ മേൽ ഒന്നും നമ്മൾ ജീവിക്കേണ്ട കാര്യം ഇല്ല. മേൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 50 വയസ്സാകണ സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു കോർപ്പസ് ഉണ്ടെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു 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 സംഭവമല്ല. ഏജ് ഒരു നമ്പറാണ് എന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. ഏജ് ഒരു നമ്പർ ആണ്. അത് ഒരു പെർസ്പെക്റ്റീവിൽ ശരിയാണ്. എങ്കിലും ഏജ് ആവുന്ന സമയത്താണ് പുതിയ പുതിയ അസുഖങ്ങൾ വരുന്നത്. ആ പുതിയ പുതിയ അസുഖങ്ങളെ നേരിടാനായിട്ട് ഹോസ്പിറ്റൽസ് ഇവിടെ സജ്ജമാണ്, ഡോക്ടേഴ്സും സജ്ജമാണ്. വേണ്ടത് കാശാണ്. അപ്പോൾ ഈ ഏജ് ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മെഡിക്ലെയിമുകളെല്ലാം തന്നെ ഉണ്ടെങ്കിലാണ് ആ ഒരു സമയത്ത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു സമയത്ത് പുതിയതായിട്ട് മെഡിക്ലെയിം കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു പേര് പണ്ട് കാലത്ത് അതൊരു നെഗറ്റീവ് ടൈമായിട്ടാണ് നമ്മൾ പൊതുവെ കരുതി പോയിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. നമ്മുടെ സിറ്റീസിലെല്ലാം തന്നെ അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. നമ്മളുടെ അതേ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അതുമാത്രമല്ല 24/7 നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, പ്രോട്ടീൻ റിച്ച് ഫുഡുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും സ്പോർട്സിന് വേണ്ടിയിട്ടും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിനർത്ഥം ഏജ് ആകുമ്പോൾ നേരെ പോയി അങ്ങനെയുള്ള സെൻറ്ററിൽ നിങ്ങൾ പോകണമെന്നല്ല. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് അത്യാവശ്യം കോർപ്പസ് ഉണ്ടെങ്കിൽ അതൊരു ഓപ്ഷനാണ്. ഏജ് ആവുന്ന സമയത്ത് വേറെ ഒരു മാർഗ്ഗങ്ങളോ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ പോകാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഏജ് ആവണ സമയത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിൻ്റെ ഒരു ആവശ്യകത ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം. കാരണം ആ ഒരു സമയത്ത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. മക്കളെല്ലാം തന്നെ പഠിച്ച് വേറൊരു നിലയിലായിട്ടുണ്ടാവാം, വേറെ രാജ്യത്താവാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, ട്രാവൽ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മക്കൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ ഫിനാൻഷ്യലി വീക്കാണെങ്കിലോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മക്കൾ ചെയ്ത് തരേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഏജ് ആവുന്ന സമയത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്നതിൻ്റെ അല്ലെങ്കിൽ ആവേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എങ്ങനെ സ്റ്റേബിൾ ആകാം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആദ്യത്തെ ഒരു മാർഗ്ഗം ആളുകളെല്ലാം തന്നെ ബാങ്കിൽ പൈസ ഇടുന്ന ഒരു മാർഗ്ഗമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ എന്തെങ്കിലും അസറ്റ് ബൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ 2-3 ടൈപ്പ് ഇൻഫ്ലേഷൻ. ആളുകൾ പൊതുവേ പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്
സാധാരണ CPI ഇൻഫ്ലേഷനാണ്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനാണ്. അത് ഓൾമോസ്റ്റ് 7% ആണ് CPI ഇൻഫ്ലേഷൻ. അത് നമ്മുടെ നാട്ടിൽ ബാങ്കിൽ FD ഇട്ടാൽ കിട്ടുന്നത് 7% ആണ്. അതേ 7% തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതായത് ഇന്നൊരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം, അത് ഒരു വർഷത്തിന് ശേഷം 7% കൂടിയിരിക്കുമെന്നാണ് ഈ ഒരു ഇൻഫ്ലേഷൻ്റെ അർത്ഥം. അപ്പോൾ അതിനർത്ഥം ഈ ഒരു CPI ഇൻഫ്ലേഷൻ മാത്രമല്ല, ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഇൻഫ്ലേഷൻ ഉണ്ട്. പൊതുവെ ഈ 2 ഇൻഫ്ലേഷനെ കുറിച്ചാണ് ആളുകൾ പൊതുവെ പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന വേറൊരു ഇൻഫ്ലേഷൻ കൂടിയുണ്ട്. അതാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ. 14% നമ്മുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സിമിലർ ആണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ. അതിനർത്ഥം പണ്ട്, അതായത് ഒരു വർഷം മുമ്പ് നിങ്ങൾക്കൊരു ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് 200 രൂപ ആണ് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ എങ്കിൽ ഇന്നത് 400 റുപ്പീസാണ്. അതുപോലെ തന്നെ പണ്ട് ഒരു മെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റിന് നിങ്ങൾ മുടക്കിയിരിക്കുന്ന തുക എന്ന് പറയുന്നത്, ഒരു എഞ്ചിനീയറിംഗിന് ഒരു 10 ലാക്ക് ആണെങ്കിൽ ഇന്നത് 15 ലാക്സ് ആണ്. മെഡിക്കൽ എസ്പെഷ്യലി MBBSനൊക്കെ പണ്ട് ഏകദേശം ഒരു 25 ലാക്ക് ആണെങ്കിൽ ഇന്നത് 50 ലാക്ക്, ഓൾമോസ്റ്റ് ഒരു 1 CR ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ആളുകൾ മെഡിക്കലൊക്കെ പഠിക്കാനായിട്ട് ചൈനയിലേക്കും ജോർജിയയിലേക്കൊക്കെ പോകുന്നത്, അല്ലേ? അതാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ, എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷൻ. നേരെ സൂചിപ്പിച്ച ഒരു മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ ഫീസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റേയുടെ ഫീസ് കൂടുന്നുണ്ട്, മെഡിസിൻ്റെ ഫീസ് കൂടുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് പോകണം. അതിനർത്ഥം നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടാൽ നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ച CPI ഇൻഫ്ലേഷൻ മാത്രമാണ് ബീറ്റ് ചെയ്യുള്ളൂ. ഈ നമ്മൾ കണ്ട മെഡിക്കൽ ഇൻഫ്ലേഷനോ അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷനോ ബീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് ബീറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യത്തക്കവണ്ണം നമ്മളുടെ കോർപ്പസ് ഗ്രാജുവലി ഗ്രോ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വേണം. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ, ഞാനൊരു ട്രേഡറാണ്, നമ്മുടെ ചാനൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പറയുന്നത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പരിചയപ്പെടുത്തുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നത് കോമ്പൗണ്ട് ഗ്രോത്ത് ആണ് ലോകത്തിലെ 8ാമത്തെ മഹാ അത്ഭുതം എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കോമ്പൗണ്ട് ഗ്രോത്ത്, കോമ്പൗണ്ട് ഗ്രോത്തിലൂടെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഗ്രോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുന്നോട്ടും കാണാനായിട്ട് ശ്രമിക്കുക. മ്യൂച്വൽ ഫണ്ടിൻ്റെ ശരാശരി റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് നേരെ ഗൂഗിളിനടുത്ത് ചോദിക്കാം. മ്യൂച്വൽ ഫണ്ട് ആവറേജ് റിട്ടേൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് സോളിഡ് റിട്ടേൺ അറൗണ്ട് 9 to 12% ആണ്. പിന്നെ however these return can be higher depending on the market condition. For example, in ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് have given an average 20% return over 10 years and have a showing strong market growth. മ്യൂച്വൽ ഫണ്ടിൻ്റെ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 9 മുതൽ 12% പക്ഷേ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് 20% റിട്ടേൺ ആണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 20% റിട്ടേൺ ആണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 20% റിട്ടേൺ എടുക്കണ്ട, നമുക്ക് എത്ര എടുക്കാം? നമുക്ക് ഈ ഒരു 12% എടുക്കാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഡിസ്ക്ലൈമർ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. എങ്കിലും നമുക്ക് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 20% റിട്ടേൺ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിട്ടി എന്നാണ്. നമുക്ക് ഇതിൻ്റെ ഒരു 12% ആവറേജ് എടുക്കാം. അടുത്ത പേജ് ഞാൻ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIP കാൽക്കുലേറ്റർ എന്ന് കൊടുക്കാം. SIP എന്താണെന്ന് ഞാൻ പറയാം. നമ്മളൊരു ചിട്ടി കൂടും പോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാസം കുറച്ച് കാശ് ഇടുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് നമുക്ക് വളരെ വലിയ തോതിൽ റിട്ടേൺ നൽകുന്നതാണ്. അപ്പോൾ അത് എത്രമാത്രം റിട്ടേൺ നൽകുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ. അപ്പോൾ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് SIP കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വരും. ഇതിന് SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ്. അതായത് നമ്മളൊരു മാസം നിശ്ചിത തുക അടയ്ക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു മാസമോ അല്ലെങ്കിൽ 6 മാസമോ ക്വാർട്ടറിലൊക്കെ ചെയ്യാം കേട്ടോ. പൊതുവെ ആളുകൾ ചെയ്യുന്നത് ഒരു മാസമാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം കാണുന്ന ഗ്രോയുടെ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് SIP എന്ന് കൊടുക്കാം. ലംസം ഉണ്ട്, SIP ഉണ്ട്. ലംസം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പൈസ ഇടുന്നതാണ്. SIP എന്ന് പറഞ്ഞാൽ നമ്മൾ പതിയെ പൈസ ഇടുന്നതിനെയാണ്, മന്ത്ലി ഇടുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നത് മന്ത്ലി 25,000 രൂപ വെച്ച് 12% റിട്ടേൺ വെച്ച് 10 വർഷം കൊണ്ടെന്നുള്ള കാൽക്കുലേറ്ററാണ്. നമുക്ക് കുറച്ചും റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് നോക്കാം. റിയലിസ്റ്റിക്കായിട്ട് ഒരാൾ മാസം 5,000 രൂപ
വെച്ച് മാറ്റി വെക്കുകയാണ് എന്ന് കരുതുക. മാസം 5000 രൂപ. എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ നേരത്തെ കണ്ട 20% എടുത്തിട്ടില്ല. നമ്മളിവിടെ 12% എടുത്തിട്ടുള്ളൂ. ഒരു 10 വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കരുതുക. അതായത് 50 വയസ്സിൽ റിട്ടേൺ ചെയ്യുന്ന ആൾ എത്ര വയസ്സിൽ തുടങ്ങണം? അപ്പോൾ 40-ആം വയസ്സിൽ തുടങ്ങണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 10 വർഷം എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 വർഷമാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. 5000 വെച്ച് 10 വർഷം എന്ന് പറയുമ്പോൾ 12 മാസം 120 മാസമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കാം, 120 മാസമാണ്. അപ്പോൾ ആക്ച്വലി 120 മാസം ഇൻറ്റു 120 ഇൻറ്റു 5000 എന്ന് പറയുമ്പോൾ അദ്ദേഹം ആകെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? ഏകദേശം ഒരു 6 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാണാമല്ലോ, 10, 100, 1000, 10000, ലക്ഷം. 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ റിട്ടേൺ എത്രയായി മാറിയിട്ടുണ്ട്? ഇതാണ് ഇൻവെസ്റ്റഡ് എമൗണ്ട് 6 ലക്ഷം രൂപ. എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര കാശാണ്? ഇത് റിട്ടേൺ ആണ്, 5,61,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയായി മാറി? 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, 11 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എത്രയാണ്? 5000 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. 12 മാസം എന്ന് പറയുമ്പോൾ 10 വർഷം എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 12, 120 മാസമാണ്. 120 ഇൻറ്റു 5000 എന്ന് പറയുന്നത് 6 ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. പക്ഷേ തിരികെ കിട്ടുന്ന എത്രയാണ്? ഏകദേശം ഒരു 11,61,000 രൂപ തിരികെ കിട്ടും. ഓൾമോസ്റ്റ് ഇരട്ടി തിരികെ കിട്ടും. എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്? ഇവിടെ 10 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഒരു മാജിക് എന്ന് പറയുന്നത് 10 വർഷം എന്ന് പറയുന്നത് 20 വർഷം. ഇവിടെ 10 വർഷം എന്ന് പറയുന്നത് നമ്മളിവിടെ 20 ആക്കിയെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട എത്രയായിരുന്നു? 12 ലക്ഷം ആയിരുന്നല്ലോ നമ്മൾ കണ്ടത്. ഇവിടെ കണ്ടോ 50 ലക്ഷം ആയിട്ടുണ്ട്. അപ്പോൾ 10 വർഷം കൂടിയപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു? 12 ലക്ഷം ആയിരുന്നു അല്ലേ? 12 ലക്ഷത്തിന് പകരം അപ്പോൾ 24 ലക്ഷം അല്ല വന്നത്. ഒരു 10 വർഷം കൊണ്ട് കൂടിയപ്പോൾ എത്രയാണ് വന്നത്? 50 ലക്ഷം വന്നത്. 50 ലാക്സാണ് വന്നിട്ടുള്ളത്. 20 ഇയർ ഇതേ അതിനർത്ഥം എന്താ? കുറച്ചും കൂടി നേരത്തെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയാൽ കോമ്പൗണ്ട് ഗ്രോത്ത് ചെയ്തതിന് ശേഷം ഇവിടെ 50 ലക്ഷം രൂപ ആയി എന്ന് സാരം. ഇപ്പോൾ 5000ത്തിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു 7000 വെച്ച് ഇതേ അളവിൽ പോകുകയാണെങ്കിൽ ഇവിടെ 69 ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കോർപ്പസ് ഏകദേശം ഒരു 1 CR ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഐദർ നമ്മളൊരു 10,000 വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 ഇയർ കൊണ്ട് എത്രയാണ്? 1 CR ആവും. കറക്റ്റ് അല്ലേ? 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് 10,000 രൂപ വെച്ച് 20 വർഷമാണ് കേട്ടോ. 20 ഇൻറ്റു 12 എന്ന് പറയുന്നത് 20 ഇൻറ്റു 12 240 മാസങ്ങളാണ്. 240 മാസം ഇൻറ്റു 10,000 എന്ന് പറയുന്നത് നമ്മൾ ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 24 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. പക്ഷേ നമ്മളുടെ 75 ലക്ഷം രൂപ കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് 1 CR ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് 10,000 രൂപ മാസം വെച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? നമുക്ക് ഇയർ കൂട്ടുക, നേരത്തെ തുടങ്ങുക. അതായത് ഇവിടെ നമുക്ക് 20 എന്ന് പറയുന്നത് ഈ 20 എന്ന് പറയുന്നത് ഒരു 25 ആക്കിയാൽ വളരെ വലിയ രീതിയിലുള്ള മാജിക്കാണ് അപ്പോൾ സംഭവിക്കുക. കാരണം വർഷങ്ങൾ കൂടുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിൽ വലിയ തോതിൽ മാറ്റങ്ങൾ. 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 വർഷമാണ് ഇവിടെ കൂടിയുള്ളൂ. പക്ഷേ 1.89 CR ആയി. നേരത്തെ എത്രയായിരുന്നു? 20 വർഷത്തിൽ 1 CR ആണ്. 5 വർഷം കൂടിയപ്പോൾ എത്രയായി? 1.89 CR ആയി. അപ്പോൾ 25 ഇയർ നമുക്ക് ഇടാം. നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു 5000 രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെക്കാം. ഇന്ന് മൊത്തം തുടങ്ങുകയാണെങ്കിൽ 25 വർഷങ്ങൾക്കപ്പുറം ഓൾമോസ്റ്റ് ഒരു 1 CRൻ്റെ അടുത്ത് നമുക്ക് വരും. ഇവിടെ റിട്ടേൺ കൂടുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 12 നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. നമുക്കൊരു 15 ആണെങ്കിൽ നമുക്ക് 15% റിട്ടേൺ ആണെങ്കിൽ 1.64 CR ആയിട്ടുണ്ട്. ഇതേ 5000 രൂപ ഇതേ 25 വർഷം 1.64 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എന്താണ്? 12% റിട്ടേൺ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കാൽക്കുലേറ്റർ. ഇവിടെ എത്രയാണ് നമ്മൾ മന്ത്ലി മാറ്റിവെക്കാൻ പറ്റുന്ന തുക. ഇവിടെ നമ്മൾ 12 എന്ന് പറഞ്ഞ ഡിഫോൾട്ട് വാല്യൂ ഇടാം. ഇത് ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വർഷമാണ് നമ്മളിതിലേക്ക് ഇടുന്നത് എന്നുള്ളതാണ്. ഇനി അവസാനം നമുക്ക് ഈ ഒരു റിട്ടയർമെൻറ്റ് ആയപ്പോൾ ഈ ഒരു 94 ലാക്ക് നമ്മൾ ഒറ്റയടിക്ക് എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല.
അവിടെയാണ് അടുത്ത ഒരു പാരാമീറ്റർ ഉള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടിട്ടത് എന്തായിരുന്നു? SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമുക്ക് ഒരു ഏജായി റിട്ടയർമെൻറ്റ് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ എമൗണ്ട് ഒരുമിച്ചല്ല വിഡ്രോ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ SWPയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? SWPയിലൂടെ നമ്മൾ അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1 CR ഉണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി ഇങ്ങോട്ട് ഏകദേശം ഒരു 30,000 രൂപ വെച്ച് അല്ലെങ്കിൽ 20,000 രൂപ വെച്ച് എടുക്കും. അപ്പോഴും 20,000 രൂപ വെച്ച് നമ്മൾ എടുത്താലും നമ്മളെ കോർപ്പസ് അവിടെ ഉണ്ട്, അത് അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, അതവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ മന്ത്ലി റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എടുക്കുന്നത് എന്താ? അതിൻ്റെ റിട്ടേൺ പ്ലസ് ക്യാപിറ്റൽ കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 50-ആം വയസ്സിൽ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്താൽ നെക്സ്റ്റ് ഒരു 20 വർഷത്തേക്ക് ഒരു 20,000 അല്ലെങ്കിൽ 25,000 അതിന് മുകളിലോ മന്ത്ലി വിഡ്രോവൽ പ്ലാൻ പിന്നെ നമ്മൾ അടയ്ക്കുന്നില്ല. മ്യൂച്വൽ ഫണ്ടിലേക്ക് പിന്നെ നമ്മൾ 5,000 വെച്ച് അടയ്ക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു സമയത്ത് 5,000 വെച്ച് അടച്ച തുക നമുക്ക് ഏജായി നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് എത്തുമ്പോൾ നമ്മൾ തിരിച്ച് പണ്ട് നമ്മൾ 5,000 അങ്ങോട്ടിട്ട പോലെ ആ ഒരു സമയത്ത് നമ്മളൊരു 30,000-ഓ 20,000-ഓ തിരിച്ച് മന്ത്ലി ഇടും. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മളുടെ ഫുൾ എമൗണ്ടിൽ നിന്ന് 20,000 മാത്രമാണ് നമ്മൾ തിരികെ എടുക്കുന്നുള്ളൂ. അപ്പോഴും നമ്മൾ ആ എമൗണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത്? ആദ്യം 5,000 വെച്ചിട്ട് SIPയിലൂടെ അങ്ങോട്ട് ഇടണം. അതിനുശേഷം നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്ക് പിന്നെ ഇടാനായിട്ട് പറ്റില്ല, പിന്നെ നമുക്ക് എടുക്കാനാണ് വേണ്ടത് അല്ലേ. ആ സമയത്ത് നമുക്ക് ക്യാഷിന് ആവശ്യം ഉണ്ടാകുമ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അനുസരിച്ച് ഒരു 30,000 രൂപ വെച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു 20 ഇയറിലേക്ക് വേണ്ടി എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്താണ് പ്രത്യേകത, റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മനസ്സിലായി, റിട്ടയർമെൻറ്റ് സമയത്ത് എങ്ങനെയാണ് പൈസ തിരിച്ചെടുക്കേണ്ടതെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.